സ്വാധ്യായ ഡെയിലി വിസ്ഡത്തിലേക്ക് സ്വാഗതം. നമുക്ക് കിട്ടുന്നത് തന്നെ തിരികെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നാം എല്ലാം പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് അതുപോലെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്നാണ്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മറ്റൊരാൾ നമുക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തി കാണിച്ചു കഴിഞ്ഞാൽ നാം മിക്കവാറും അത് കഴിഞ്ഞിട്ട് നാം ഇടപെടുന്നവരോട് നാം അവർക്ക് ഹിതകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറും. നേരെ മറിച്ച് നമ്മളോട് ഒരാൾ മോശമായി പെരുമാറിയാൽ നാം പലപ്പോഴും മറ്റുള്ളവരോട് പെരുമാറുന്നത്, അതിനുശേഷം നാം മറ്റുള്ളവരോട് പെരുമാറുന്നത് മോശമായിട്ടുള്ള രീതിയിലായിരിക്കും. അതായത് നമ്മുടെ സ്ഥായിയായ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പ്രകൃതം കിട്ടുന്നത് കൊടുക്കുക എന്നതാണ്. എന്നാൽ നാം മനസ്സിലാക്കാത്ത ഒരു കാര്യം, നാം ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു ചങ്ങലയുടെ ഭാഗമായി നാമും നമുക്ക് കിട്ടിയത് പകർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ അത് വീണ്ടും തുടരാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാലപ്പടക്കത്തിലെ ഒരു തിരിക്ക് തീ കൊടുക്കുമ്പോൾ ക്രമേണ അനേകം പടക്കങ്ങൾക്കത് കാരണമാകുന്നത് പോലെ നാമും വലിയൊരു ചെയിൻ റിയാക്ഷൻ്റെ ഭാഗമായി മാറുകയാണ്. എന്നാൽ നാം മനഃപൂർവ്വം നമുക്ക് കിട്ടിയത്, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നത് നെഗറ്റീവ് ആകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു ചെയിനിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയും. ഇതിനെ നമുക്ക് നമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോസിറ്റിവിറ്റി ആയി മാറുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചെയിൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ശ്രമം അതിനുവേണ്ടിയാകട്ടെ. നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതല്ല, നമ്മിലൂടെ എന്ത് പുറത്തേക്ക് വരുന്നു എന്നതിനാണ് പ്രാധാന്യം. നാം ഒരു പുതിയ തുടക്കത്തിന്, പുതിയ മാറ്റത്തിന് കാരണമായി തീരണം. താങ്ക് യു ഓൾ.